ഈ കാണുന്ന പോലത്തെ സെൽഫി വീഡിയോ എടുക്കാൻ ഒരു ഫോൺ വേണം. നമുക്ക് വ്ളോഗ് ഒക്കെ എടുക്കാൻ പറ്റിയ തരത്തിൽ കിടിലൻ ക്വാളിറ്റിയിൽ നമുക്ക് ഇതുപോലെ സ്മൂത്ത് ആയ സ്റ്റെബിലൈസേഷൻ അടക്കം സെൽഫി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫോണിൽ ഹോണറിന്റെ 200 എന്ന ഫോണാണിത്. ഈ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തതാണ്. സെൽഫി ക്യാമറ മാത്രമല്ല, നല്ലൊരു ക്വാഡ് കർവ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 5200 mAh ബാറ്ററി, സ്നാപ്ഡ്രാഗൺ 7 Gen 3, അങ്ങനെ ഒട്ടനവധി നല്ല ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓൾറൗണ്ടർ ഫോൺ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറ്റിയൊരു ഫോണാണ്. പക്ഷേ ഹോണറിന്റെ ഫോൺ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യുക. എന്തായാലും ഹോണർ ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന് ക്വിക്കായിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നതാണ് ഹോണർ 200ന്റെ ബോക്സ്. ഈ കാണുന്നതാണ് ഫോൺ. ഡിസൈനൊക്കെ നന്നായിട്ട് പറയാം. അതിനു മുമ്പ് ബോക്സിൽ കേസും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ അടങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കേസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. അതൊക്കെ മാറ്റി വെക്കാം. ചാർജർ പക്ഷേ കാണാനില്ല. അപ്പോൾ ചാർജർ ബോക്സിലില്ല. നിങ്ങൾ വേണമെങ്കിൽ ചാർജർ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. 100 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് ഹോണർ 200 എന്ന ഫോൺ. ഇതിപ്പോൾ പുതിയൊരു സ്റ്റൈൽ ക്യാമറ ഡിസൈൻ. ഓക്കെ, ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. 2 കളറിലാണ് ഇത് വരുന്നത്. 2 കളർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സോ ഈ ഒരു ഫോണിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി കിടക്കുന്നത് പറയുന്നത് ഇതിന്റെ ക്യാമറ അത്യാവശ്യം നല്ലതാണെന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. സെൽഫി ക്യാമറ 4K വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടു. നല്ല സ്റ്റെബിലൈസേഷനോടുകൂടി ഞാൻ നടന്നുപോയി കാറിലേക്ക് കയറുന്ന സീനാണ് അത്. എന്നിട്ട് പോലും അതൊക്കെ കുലുക്കമില്ലാതെ സ്മൂത്ത് ആയിട്ട് കിട്ടി. ക്വാളിറ്റിയും അത്യാവശ്യം നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. ബാക്കി ഫോട്ടോസ്, സെൽഫി ഫോട്ടോസ് ഒക്കെ ഞാൻ എടുത്തൊക്കെ എന്നോട് ഷെയർ ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാമറ കൊണ്ടുള്ള ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ചും ആ പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ നന്നായിരിക്കുന്നു. 2x പോർട്രേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല മനോഹരമായ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈഡ് ആംഗിളിൽ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇൻഡോർ ലൈറ്റിംഗിലെ ഫോട്ടോസ് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു സെൽഫി ഒക്കെ എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഇപ്പോൾ തന്നെ എടുത്തൊരു ഫോട്ടോയാണ്. അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ. ഇൻഡോർ ലൈറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതിന്റെ ക്യാമറ എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും കമന്റ് കൂടി നോക്കുക. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരുടെ അഭിപ്രായം ഒന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിന്റെ ഡിസ്പ്ലേ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. നമുക്ക് എല്ലാ സൈഡിലേക്കും കർവ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഒരു ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ച് വരുന്ന 120 Hz ക്വാഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 4000 nits പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേയിൽ ആപ്പിളിന്റെ ഡൈനാമിക് ഐലൻഡ് അതുപോലെ തന്നെ ഇവിടെ കാണാം. നമുക്കിതാ കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെ ഇവർ പറയുന്നത് AI മാജിക് ക്യാപ്സ്യൂൾ എന്നൊക്കെയാണ്. എന്തായാലും വേണ്ടില്ല, സംഭവമുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. വെറുതെ എടുത്ത് വെച്ചിരിക്കുകയല്ല, അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പൊന്തി വരും. നമ്മൾ പുറമെ ടച്ച് ചെയ്താൽ സ്മൂത്ത് ആയിട്ട് അകത്തേക്ക് പോവുകയും ചെയ്യുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആനിമേഷനോട് കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേ മൊത്തത്തിൽ നന്നായിരിക്കുന്നു. പെർഫോമൻസിന് യാതൊരു വിഷയമില്ല. ഓൾറെഡി സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ്. അപ്പോൾ അതിന്റെ പെർഫോമൻസ് നമുക്ക് അറിയാം. അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. യാതൊരു വിഷയമില്ല. നമുക്ക് ഇവിടെ കാണാം, സ്മൂത്ത് ആണ്. ഒപ്പം തന്നെ മാജിക് OS 8.0 ആണ് വരുന്നത്, Android 14 ബേസ്ഡ്. അത് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയ UI കൂടിയാണെന്ന് വേണം പറയാൻ. കാരണം പെർഫോമൻസ് ഓൾറെഡി നന്നായിട്ട് കിട്ടും നമ്മുടെ പ്രൊസസർ വൈസ്. കൂടാണ്ട് ഇതിന്റെ UI മൊത്തത്തിൽ നല്ല സ്മൂത്ത് ആണ്. കണ്ടോ, യാതൊരു ഇഷ്യൂ ഇല്ല. വളരെ സ്മൂത്തായ സോഫ്റ്റ് ആയ ഒരു UI ആണ്. BGMI കിടന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സ്മൂത്ത് എക്സ്ട്രീം, അതായത് 60 FPS ആണ് നമുക്ക് കളിക്കാൻ കഴിയുന്നത്. നിങ്ങളിത് ഇവിടെ കാണുന്ന പോലെ സ്മൂത്ത് ആയിട്ടുള്ള ഗെയിം പ്ലേ ഇതിനകത്ത് പോസിബിൾ ആണ്. സോ പെർഫോമൻസിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തില്ല. ഒപ്പം തന്നെ ടച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ വെറ്റ് ടച്ച് ടെക്നോളജി, വെറ്റ് ടച്ച് എൻഹാൻസ്മെന്റ് എന്ന രീതിയിൽ വെറ്റ് ടച്ചൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വെള്ളമൊക്കെ ഉള്ള കൈ കൊണ്ട് തൊട്ടാലും അത് വർക്ക് ചെയ്യുന്ന സാധനം. പിന്നെ ഇതിന് ബാറ്ററി 5200 mAh ആണ്. ബാറ്ററി ലൈഫിലൊന്നും ഇഷ്യൂ കണ്ടില്ല. ചാർജിങ് 100 വാട്ടിൻ്റെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഒരു നല്ല പ്ലസ് പോയിന്റ് കൂടിയുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ നല്ല ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും കാണുന്ന പോലെ ഇഷ്ടം പോലെ AI ഫീച്ചേഴ്സും ഉണ്ട്. AI സോഷ്യൽ മീഡിയ, AI സെർച്ച്, AI നാവിഗേഷൻ, AI നോട്ട്സ്, അങ്ങനെ പറഞ്ഞിട്ട് ഒട്ടനവധി AI കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഞാൻ എല്ലാം ഇവിടെ വിവരിക്കുന്നില്ല. കാരണം ഓൾറെഡി ഒരുപാട് ഫോണുകൾ നമ്മൾ AI പറഞ്ഞ് കേട്ട് നിങ്ങൾക്കും ബോറടിച്ചു തോന്നുന്നു. പക്ഷേ എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഇന്നിപ്പോൾ ഇതിനകത്തും AI ഫീച്ചറൊക്കെ ഉണ്ട്. ബട്ട് എന്നാലും ഇതിൽ കാണുന്ന AI ഫീച്ചേഴ്സ് നമ്മൾ ഇത്ര ദിവസം പറഞ്ഞ പോലെയുള്ള ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. സോ കൂടുതൽ വരട്ടെ, അപ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം. പിന്നെ ഇതിനകത്ത് ഡുവൽ നാനോ സിമ്മാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇതിന്റെ ബാക്കി ഓവർവ്യൂയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ മൊത്തത്തിൽ ഇതിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, എല്ലാ ഘടകങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞു. ഷോർട്ടായിട്ടാ പറഞ്ഞോളൂ, വല്ലാണ്ട് പരത്തിയില്ല. എന്നാലും ആ കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കുമ്പോൾ ഇതിന്റെ വില 34,000 രൂപ റേഞ്ചിലാണ്. സോ ആ ഒരു പ്രൈസിന് ഈ ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാ ഭാഗങ്ങളും നന്നായിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഭാഗം ക്യാമറ മോശമായി പോയി, അല്ലെങ്കിൽ പെർഫോമൻസ് മോശമായി പോയി, അങ്ങനെ മോശമായി പോയി എന്ന് പറയേണ്ട ഒരു അവസ്ഥ കാണാനില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലതാണ് എന്ന് ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ വിലയിരുത്താം. എങ്കിൽ പോലും എൻ്റെ അഭിപ്രായം ഇതാണ്, ആ 34,000 നിൽക്കേണ്ട ചിലപ്പോൾ ഒരു ഓഫറൊക്കെ വരുമ്പോൾ 30,000 താഴെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടും. മുമ്പ് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 30,000 താഴെ ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അടിപൊളിയായിട്ടായിരിക്കും. ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ ഇത് നല്ല ഫോണാണ്. ഇപ്പോൾ ഈ കിട്ടിയ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ കുറച്ച് നേരത്തെ ഒരു അൺബോക്സിങ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണോ ഞാൻ ഈ പറയുന്നത്. സംഭവം നന്നായിട്ടുണ്ട്. ഈ രീതിയിൽ വരികയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് അടിപൊളിയായേനെ.
അല്ലെങ്കിൽ 34,000 രൂപയ്ക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയാം. തീർച്ചയായിട്ടും കമൻറ്റിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. അപ്പോൾ മൊത്തത്തിൽ ഒരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇതിന് ഹോണർ 200 Pro എന്ന ഒരു വേരിയൻറ്റ് കൂടി ഉണ്ട് കേട്ടോ, കൂടിയ വേരിയൻറ്റ്. അതിന് 57,990 പ്രൈസ് വരുന്നത്. സോ നിങ്ങൾക്ക് കൂടിയ പവറുള്ള ഹോണർ 200 സീരീസിലെ ഒരു അപ്ഗ്രേഡറായ ഒരു ടോപ്പ് ലെവൽ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 200 Proയിലേക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ 200 കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. സോ ഹോണർ 200 Proയെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. വാങ്ങിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വാങ്ങിക്കുക. പിന്നീട് ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. സോ അപ്പോൾ അതാണ് ഹോണർ 200 എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. മൊത്തത്തിൽ എല്ലാ ഭാഗവും അടിപൊളിയുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.